എം ജി രാധാകൃഷ്ണനെ പോലെ ഒരാൾ ഫ്ലാറ്റിൽ താമസിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അദ്ദേഹത്തെ കാണാൻ വരുന്ന ഒരാളിന് ഇത്രയും ഈ റിച്വൽസിലൂടെ കടന്നുപോയി അദ്ദേഹത്തെ കാണുക എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ അസാധ്യമായി. അപ്പം അത്ര ഹൃദ്യമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഒരു വലിയ മനുഷ്യൻ താമസിച്ചിരുന്നൊരു വീട്. ഞാൻ രാധാകൃഷ്ണനോട് പറയുമായിരുന്നു, അച്ഛൻ്റെ മരണം നമ്മൾ കുറേയൊക്കെ ഉൾക്കൊണ്ടു, കാരണം കണ്ടു, അസുഖമായിരുന്ന അവസ്ഥ കണ്ടു. എന്നാൽ പത്മജയുടെ മരണവുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരെയും പോലെ എനിക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ആകെ ഒരു ആശ്വാസം എന്തെന്ന് ചോദിച്ചാൽ, രാധാകൃഷ്ണൻ പോയി കഴിഞ്ഞിട്ട് പത്മജയ്ക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. ഇവർ രണ്ടുപേരും ഏതോ ഗന്ധർവ ലോകത്ത് നിന്ന് ഇങ്ങോട്ട് വിട്ടതാണ്. പോവുക, കല്യാണം കഴിക്കുക, ഒരുമിച്ച് തിരിച്ചു വരിക. ഒരു ചെറിയ പരവളിന് വിട്ടെന്ന് പറയുന്നത്. വേറെ എവിടുന്നോ വന്നവരാണ് ഇവർ. ഗന്ധർവ ലോകവാസികളാണ് രണ്ടുപേരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ പത്മജ അല്ലാതെ ഒരു ഭാര്യയെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാധ്യമല്ല. ദേ ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയുന്നതല്ല. പരസ്പരം ഇന്നാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് എം ജി രാധാകൃഷ്ണനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനൊരു വീട് തിരുവനന്തപുരത്ത് ഇല്ലാത്തതിൻ്റെ കാരണം അത്രയും ഹൃദ്യമായിട്ടുള്ളൊരു മനസ്സ്. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതവും എം ജി രാധാകൃഷ്ണൻ്റെ വ്യക്തിത്വവും രണ്ടും നമുക്ക് വേർപിരിക്കാൻ സാധ്യമല്ല. ആ വ്യക്തിത്വത്തിൽ നിന്ന്, ആ ഹൃദയത്തിൽ നിന്ന് ഉരുവായി വന്നതാണ് ആ സംഗീതം. ഇപ്പോൾ ഇന്നലെ ഒരാൾ ചിത്രയെക്കുറിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിത്രയുടെ സംഗീതം നമ്മൾ ആസ്വദിക്കുമ്പോൾ ചിത്രയുടെ സംഗീതം മാത്രമല്ല ആസ്വദിക്കുന്നത്, ചിത്ര എന്ന് പറയുന്ന വ്യക്തിയും വ്യക്തിത്വവും ആ വ്യക്തിത്വത്തിൻ്റെ സൗരഭ്യവും കൂടിയാണ് നമ്മൾ ആസ്വദിക്കുന്നത് എന്ന് പറയുന്നത് പോലെ എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം എന്ന് പറയുമ്പോൾ എം ജി രാധാകൃഷ്ണൻ്റെ വ്യക്തിത്വവും ആ ഹൃദ്യതയും എല്ലാം കൂടി ചേർന്നിട്ടാണ് ആ സംഗീതം നമ്മൾ ആസ്വദിക്കുന്നത്. എല്ലാം കൂടി ചേർന്നതാണ്. അല്ലാതെ പഠിച്ച് ഒരു ട്യൂൺ ഉണ്ടാക്കുകയോ അല്ലല്ലോ. അത് ഉള്ളിൽ നിന്ന് വരികയാണ്. ഈ സ്വാംശീകരിച്ചതെല്ലാം തന്നെ ഹൃദയത്തിലിട്ട് സിന്തസൈസ് ചെയ്തിട്ടാണ് ഒരു ട്യൂൺ ഉണ്ടാകുന്നത്. ഞാൻ ശാസ്ത്രീയ സംഗീതത്തെ പറ്റിയല്ല പറയുന്നത്, സിനിമാ സംഗീതം, ലളിത സംഗീതത്തെ പറ്റി പറഞ്ഞാൽ ഈ ആകാശവാണിയിലെ ലളിത സംഗീതത്തിൽ ഇത്രത്തോളം എം ജി രാധാകൃഷ്ണൻ്റെ പാട്ടുകൾ ഹൃദ്യമായതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ അതിനകത്ത് രാഗജ്ഞാനത്തെക്കാൾ കൂടുതലായി അതിനകത്ത് ചേർന്നിരിക്കുന്ന ഒരു ഭാവത്തിൻ്റെ അന്തർതലമുണ്ട്, ഒരു ഭാവത്തിൻ്റെ ഒരു തലമുണ്ട്. അതെല്ലാവർക്കും പിടികിട്ടുകയില്ല. അത് ആത്മാർത്ഥമായി പാടുമ്പോൾ ആ വരികൾക്കിടയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ രാഗത്തിനപ്പുറത്തേക്ക് രാഗത്തിൻ്റെ ഭാവവും ആ ഗാനത്തിൻ്റെ ഒരു ഭാവവും അതിനകത്ത് രഹസ്യമായി സൂക്ഷിക്കാൻ രാധാകൃഷ്ണന് സാധിക്കും. കാരണം ആ വ്യക്തിത്വം ആ സംഗീതത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നുള്ളത്.